2010 കൊറിയൻ ഭാഷയിൽ പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഐ സോ ദ ഡെവിൽ. സ്ക്വിഡ് ഗെയിമിലെ ഫ്രണ്ട്മാനായി അഭിനയിച്ച ആക്ടറാണ് ഈ സിനിമയിലെ നായകൻ. ഒരു സൈക്കോ കില്ലർ ഒരാളെ കൊല്ലുന്നതും തുടർന്ന് നടക്കുന്ന കഥയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു മഞ്ഞ കളർ വാൻ ഒരാൾ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ അയാൾ പോകുന്നതിനിടെ ഒരു വണ്ടി അവിടെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത് കണ്ട് അയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അടുത്തോട്ട് പോവുകയും എന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു. അതോടെ അവൾ ഗ്ലാസ് അല്പം താഴ്ത്തിക്കൊണ്ട് ടയർ ഒന്ന് പഞ്ചറാണെന്ന് പറയുകയും ട്രക്ക് ഇപ്പോ വരുമെന്നും പറയുന്നു. എന്നാൽ അതൊക്കെ കുറച്ച് സമയമെടുക്കില്ലേ എന്ന് അയാൾ പറയുകയും ഞാനൊന്ന് നോക്കാമെന്നും പറഞ്ഞ് അയാൾ പുറകിലോട്ട് പോകുന്നു. എന്നാൽ അവൾ ഇതൊക്കെ ഭർത്താവിനോട് പറയുകയും ട്രക്ക് വരുമെന്ന് പറഞ്ഞിട്ടും അയാൾ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞതും അയാൾ എന്തേലും ചെയ്യട്ടെ എന്നൊക്കെ സിനിമയിലെ നായകനായ ലീ പറയുകയും നീ ഡോറിൽ ലോക്ക് ചെയ്ത് അതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാനും പറയുകയും നിന്റെ ബർത്ത്ഡേ ആയിട്ടും ഞാനിന്ന് ജോലിക്ക് വന്നതിൽ സോറിയൊക്കെ പറയുന്നു. ലീ ഒരു സീക്രട്ട് പോലീസ് ഏജന്റ് ആണ്. അതോടെ ലീ അവളോട് നീ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഞാൻ എത്തിക്കോളാമെന്നും പറയുന്നു. അതോടെ ഫോണ് കട്ട് ചെയ്തതും അയാൾ വീണ്ടും വരികയും ഇത് ഇപ്പോഴൊന്നും ശരിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ടയർ ചെളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്നാൽ അവളാണെങ്കിൽ ഞാൻ ട്രക്ക് വരുന്നത് വരെ വെയിറ്റ് ചെയ്തോളാമെന്ന് പറയുകയും നിങ്ങൾ പൊക്കോ എന്നും പറയുന്നു. എന്നാൽ അയാളാണെങ്കിൽ അവൾ പറഞ്ഞിട്ടും അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് അവൾക്ക് എന്തോ പോലെ തോന്നുകയും അപ്പോഴേക്കും അയാൾ വണ്ടിയിലേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞിട്ടും അയാൾ വണ്ടിയെടുത്ത് പോവാത്തത് കണ്ട് ഇയാളെന്താ പോവാത്തെന്നൊക്കെ അവൾ പറയുകയും ഒന്ന് ലൈറ്റ് ഇട്ട് നോക്കാമെന്നും പറഞ്ഞ് അവൾ ലൈറ്റ് ഇട്ടതും പെട്ടെന്ന് ഉള്ളിലേക്ക് കയറാൻ നോക്കിയതും അവൾ അടുത്തുള്ള ഡോർ വഴി ഇറങ്ങാൻ നോക്കുന്നുണ്ടെങ്കിലും ആ ഡോറ് തുറക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും അയാളാണെങ്കിൽ വണ്ടിയിലേക്ക് കയറുകയും അവളെ പിടിച്ചു വെച്ചുകൊണ്ട് തലക്ക് അടിച്ചടിച്ച് ബോധം കെടുത്തുകയും അവളെ വലിച്ചുകൊണ്ട് അയാളുടെ വാനിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് സിനിമ തുടങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് സഞ്ചിയിൽ പൊതിഞ്ഞു വെച്ച അവൾക്ക് ബോധം വരുന്നതാണ്. ഇത് കണ്ട കില്ലറാണെങ്കിൽ കത്തിയൊക്കെ മൂർച്ചയാക്കുകയും കൊല്ലാൻ വേണ്ടി റെഡിയാവുകയും ചെയ്യുന്നു. ഇതിനിടെ അവൾ എന്നെ കൊല്ലല്ലേ എന്നൊക്കെ പറയുകയും ഞാൻ ഗർഭിണിയാണെന്നും പറഞ്ഞുകൊണ്ട് അവൾ കരയുകയാണ്. സൈക്കോ ആണെങ്കിൽ അതൊന്നും കേൾക്കാതെ അവളെ കൊല്ലുകയും വെട്ടി പീസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ കൈ പീസാക്കുന്നതിനിടെ അവളുടെ മോതിരം അവിടെ നിന്നും ഉരുണ്ടുപോകുന്നു. സൈക്കോ ആ മോതിരം എത്ര തപ്പിയിട്ടും കിട്ടാത്തതുകൊണ്ട് അവനവന്റെ ജോലി തുടരുകയും അവിടെയൊക്കെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം പീസാക്കിയ ശരീരം ഒരു പെട്ടിയിലാക്കി മാറ്റിവെക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. ഒരു ചെറിയ പയ്യൻ പുല്ലുകളുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് അവന് ഒരു സഞ്ചി കിട്ടുകയും എന്താണെന്നറിയാതെ അതിൽ നോക്കിയതും മനുഷ്യന്റെ ഒരു ചെവി കാണുകയും അവനാകെ പേടിച്ചുകൊണ്ട് കൂടെയുള്ളവരോട് വിളിച്ചു പറയുകയും ചെയ്യും. കുറച്ചു സമയം കഴിഞ്ഞതും അവിടെ പോലീസ് വളയുകയും ബാക്കിയുള്ള ശരീരഭാഗം കൂടെ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോലീസ് മുഴുവനായി പരിശോധിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും മരിച്ചവരുടെ അച്ഛൻ അങ്ങോട്ടേക്ക് എത്തുകയും അയാൾ അങ്ങോട്ടേക്ക് കടക്കാൻ നോക്കിയതും അത് നിന്റെ മോളാണെന്നൊന്നും ഉറപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ അവിടെ അടക്കി നിർത്തുന്നു. എന്നാൽ അപ്പോഴേക്കും ലീ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സമയം ഒരു പോലീസുകാരനാണെങ്കിൽ അവിടെയുള്ള കനാലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ തല കാണുകയും അവനാകെ പേടിച്ചു പോവുകയും ചെയ്യുന്നു. മറ്റ് പോലീസുകാരാണെങ്കിൽ ആ തല ഒരു പെട്ടിയിലിട്ട് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ജനങ്ങളും മീഡിയൊക്കെ കൂടിയതുകൊണ്ട് പെട്ടി തട്ടി വീണു പോവുകയും ലിയ മുഖം കാണുകയും ചെയ്യുന്നു. അതുകണ്ട് അവൻ ആകെ ഷോക്കായി പോവുകയും എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസമായതും അവളുടെ അച്ഛൻ അവിടെ ഇരിക്കുന്നത് കണ്ട് ലീയും അവിടെ പോയി ഇരിക്കുന്നു. ഇതോടെ അവനെ കണ്ടതും അയാൾ സംസാരിക്കാൻ തുടങ്ങുന്നു. 30 വർഷം സീക്രട്ട് പോലീസ് ഡിറ്റക്റ്റീവായി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും എന്റെ മകളെ എനിക്ക് സംരക്ഷിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ അയാൾ പറയുകയും അവനെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുന്നു. ഇതൊക്കെ മരിച്ചവളുടെ അനിയത്തി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവളുടെ മുഴുവൻ ശരീരം കിട്ടാത്തത് കൊണ്ട് അവർ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് കിട്ടിയ തല വെച്ചാണ്. നായകൻ ലിയാണെങ്കിൽ അവളുടെ ഫോട്ടോ നോക്കിക്കൊണ്ട് നിന്നെ സഹായിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ആകെ കരയുകയും നിന്നെ വേദനിപ്പിച്ചവനോട് ഞാൻ പകരം ചോദിച്ചിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എണീക്കുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ശേഷം അവൻ എത്തിയിരിക്കുന്നത് അവന്റെ ഓഫീസിലേക്കാണ്. അവിടെയുള്ള ഓഫീസറാണെങ്കിൽ നീ 2 മാസമൊക്കെ ലീവ് എടുത്തുവെന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് 2 ആഴ്ച മതിയെന്ന് ലീ പറയുകയും അവിടെ നിന്നും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇതോടെ അവൻ മൈക്കൊക്കെയുള്ള ഒരു GPS ട്രാക്കറുകൂടെ ഓഫീസിൽ നിന്നും കാണാതെ ഒപ്പിക്കുകയും ഈ ടൈപ്പ് കേസിൽ പ്രതികളായ 4 പേരുടെ ഡീറ്റെയിൽസ് കൂടെ അവൻ എടുക്കുകയും ചെയ്യുന്നു. ശേഷം അന്ന് രാത്രിയായതും സൈക്കോയെ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യത്തെ ആളുടെ വീട്ടിലേക്ക് അവൻ അറിയാതെ കയറുകയും അവനെ ഇടിച്ചിടിച്ച് ഒരു പരുവമാക്കുകയും ഫോട്ടോ കാണിച്ചുകൊണ്ട് നീയാണോ ഇവളെ കൊന്നതെന്നൊക്കെ ചോദിക്കുമെങ്കിലും അവനല്ല എന്ന് ലീക്ക് മനസ്സിലാവുകയും അതോടെ അവനെയൊക്കെ എന്താണോ ചെയ്യേണ്ടത് അതും ചെയ്തുകൊണ്ട് അവിടെ നിന്നും പൊക്കളയുന്നു. അടികിട്ടിയവനാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കൊണ്ട് പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തുകയും അവൻ ചെയ്ത കുറ്റങ്ങളൊക്കെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ഈ സമയം ലീ ആണെങ്കിൽ രണ്ടാമത്തെ ആളെ തപ്പിപ്പോയിരിക്കുകയാണ്. അവനെയാണെങ്കിൽ വണ്ടിയൊക്കെ ഇടിച്ചിട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങുകയും അവനെ ചാവട്ടി വലിച്ച് ചോദ്യം ചെയ്യുകയും അവനല്ല എന്ന് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ അന്ന് രാത്രിയാണെങ്കിൽ മൂന്നാമത്തെ ആളെ ഫോട്ടോ ലീ നോക്കുകയും ഉറങ്ങാൻ പോലും പറ്റാതെ ഇവനെയും എങ്ങനെയെങ്കിലും രാവിലെ ആയിട്ട് ചോദ്യം ചെയ്യണമെന്നൊക്കെ മനസ്സിൽ കരുതുകയാണ്. ഈ മൂന്നാമത്തെ ആള് തന്നെയാണ് അവളെ കൊന്നത്. ഈ സമയം മറ്റൊരിടത്ത് ഒരു പെണ്ണ് ബസ്സിന് വേണ്ടി ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമ്പോൾ നമ്മളുടെ സൈക്കോ മഞ്ഞ വാനുമായി അങ്ങോട്ടേക്ക് വരികയും അവളുടെ അടുത്ത് വന്ന് നിർത്തുകയും
നിർത്തുകയും ചെയ്യും. ഇതോടെ അവനാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങോട്ടാ പോകണ്ടേ, ഇപ്പൊ ബസ്സൊന്നും ഇല്ല, എങ്ങോട്ടാന്ന് പറഞ്ഞാൽ ഞാൻ ആക്കാമെന്നൊക്കെ പറഞ്ഞതും സൂങ്മിൻ അപ്പാർട്ട്മെന്റ് ആണെന്നൊക്കെ അവൾ പറയുകയും ഞാനും അങ്ങോട്ടാ കയറിക്കോ എന്നൊക്കെ അയാൾ പറയുന്നുണ്ടെങ്കിലും ആദ്യമൊക്കെ അവൾ മടിച്ചു നിൽക്കുകയും വേറെ വഴിയില്ലാതെ കയറുകയും ചെയ്യും. അങ്ങനെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞതും അയാൾ വണ്ടി നിർത്തുകയും ഒരു ഇരുമ്പിന്റെ പൈപ്പ് എടുത്ത് മുൻപിലേക്ക് എടുത്തു വെച്ചതും അവളാകെ പേടിക്കുകയും അതോടെ സ്പോട്ടിൽ തന്നെ അവളെ തലക്കടിച്ച് ബോധം എടുത്തുകയും അയാളുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി തലയൊക്കെ വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. ശേഷം അയാൾ കുളിച്ച് ഉറങ്ങുകയും ചെയ്യുന്നു. പിറ്റേ ദിവസമാണെങ്കിൽ ലീ അയാളുടെ വീട്ടിലേക്ക് എത്തിയതും അയാളെ അവിടെ ഒന്നും കാണാത്തത് കൊണ്ട് വീടിന് ചുറ്റുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ സൈക്കോയുടെ അമ്മ അങ്ങോട്ടേക്ക് വരികയും അതോടെ ലീ ആണെങ്കിൽ ഞാനൊരു ഇൻഷുറൻസ് ഏജന്റ് ആണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് അവൻ ചോദിക്കുകയും അമ്മ അച്ഛനും അമ്മയും ചേർന്നുള്ള ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുകയും ഇതൊക്കെ പഴയതാണെന്നും പറയുന്നു. ഇതോടെ ലീ അവരോട് അവനിപ്പോ എവിടെയാ താമസിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചതും അവന്റെ മകനുണ്ട് എന്റെ കൂടെ, അവനറിയായിരിക്കുമെന്ന് പറഞ്ഞതും ലീ അവർക്ക് അവന്റെ പുതിയ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് അവരാണെങ്കിൽ അവനെ കാണാൻ ഇപ്പോ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പേടിക്കുകയാണ്. ഇതിനിടെ അച്ഛനാണെങ്കിൽ അതൊക്കെ കേട്ടുകൊണ്ട് അവൻ ചത്തില്ല എന്നൊക്കെ വിളിച്ചു പറയുകയും അവനെ പറ്റി ഓരോന്നൊക്കെ പറയുകയും ചെയ്യുന്നു. ഇതോടെ അമ്മ അയാളെ അടക്കി നിർത്താൻ പറയുന്നുണ്ടെങ്കിലും അയാൾ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാളാണെങ്കിൽ അവൻ മരിച്ച ഈ കുടുംബത്തിന് പൈസ കിട്ടുമെന്നൊക്കെ ലീയോട് ചോദിച്ചതും ലീ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോഴാണ് ലീ അയാളുടെ മകനെ കാണുന്നത്. അവനെ കണ്ടതും നിന്റെ അച്ഛൻ എവിടാ താമസിക്കുന്നതെന്ന് ചോദിച്ചതും അവൻ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു. അതോടെ ലീ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. അയാൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് ലീ നല്ല സമയമെടുത്തുകൊണ്ട് അവിടെ പരിശോധിക്കുന്നു. എന്നാൽ അവന് ഒരു തെളിവുകൾ പോലും അവിടെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ അവിടെ ലോക്കിട്ട് പൂട്ടിയ മേശകൾ കണ്ട് ലീ അത് പൊട്ടിച്ചു നോക്കുകയും അതിൽ അവൻ കൊന്ന പെൺകുട്ടികളുടെ ഷൂസും ബാഗും ഒക്കെ സെപ്പറേറ്റ് ആക്കി വച്ചിരിക്കുകയാണ്. ഈ സമയമാണ് ലീ അത് ശ്രദ്ധിക്കുന്നത്. ബാക്കിൽ ഒരു മുറി പോലെ ഒരു ഡോർ ഉണ്ട്. അതുകൊണ്ട് അവനാണെങ്കിൽ ഡോറ് തുറന്നതും അവിടെ രക്തക്കറ കണ്ട് അവൻ കൂടുതൽ പരിശോധിക്കാൻ തുടങ്ങുന്നു. മുൻപ് കില്ലർ ലീയുടെ വൈഫിന്റെ കൈ വെട്ടുമ്പോൾ തെറിച്ചുപോയ മോതിരം ലീക്ക് അവിടെ നിന്നും കിട്ടുകയും അതുകൊണ്ട് അവനാകെ സങ്കടമാവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് സ്കൂൾ വിട്ട കുട്ടികളെ സൈക്കോ വണ്ടിയിലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നതാണ്. എന്നാൽ ഇതൊക്കെ അറിഞ്ഞ ലീ അവന്റെ ഫ്രണ്ട്സിനെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുമെങ്കിലും അയാൾ കുട്ടികളെ വീട്ടിലേക്ക് വിടാൻ വേണ്ടി അവരെയും കൂട്ടി പോയെന്ന് സ്കൂളിലെ ആൾക്കാർ പറയുന്നു. സൈക്കോ ആണെങ്കിൽ എല്ലാ പെൺകുട്ടികളെയും ഇറക്കിയിട്ടും ഒരു പെൺകുട്ടി അതിൽ കിടന്ന് ഉറങ്ങുകയാണ്. അവളെയാണ് അവൻ ഇന്ന് കൊല്ലാൻ പോകുന്നത്. അവളെ അവൻ പീഡിപ്പിച്ച് കൊല്ലാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി അവനറിയാവുന്ന ഒരു ഫാമിലേക്ക് എത്തിക്കൊണ്ട് അവളെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇതോടെ അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ലീ അങ്ങോട്ടേക്ക് എത്തുകയും എന്തോ ശബ്ദം കേട്ട അവനാണെങ്കിൽ അവിടെയുള്ള ആയുധമൊക്കെ എടുത്ത് റെഡിയായതും ലീ അവന്റെ നേരെ മുന്നിലേക്ക് അങ്ങ് കയറി ചെല്ലുന്നു. സൈക്കോ അവനെ കണ്ടതും നീ പോലീസാണോ എന്നൊക്കെ ചോദിക്കുകയും ലീയുടെ അടുത്തോട്ട് അവനെ കൊല്ലാനായി ഓടുകയും ചെയ്യുന്നു. എന്നാൽ ലീ അവനെയൊക്കെ ഇടിച്ചങ്ങ് പൊളിച്ചു കളയുകയും അവന്റെ മോന്തയൊക്കെ ഇടിച്ചിടിച്ച് ചോര വരുത്തിയതും പെൺകുട്ടി അവിടെ നിന്നും ഓടിക്കളയുന്നു. അവര് തമ്മിലാണെങ്കിൽ വാമ്പൻ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈക്കോ എത്രയൊക്കെ നോക്കിയിട്ടും ലീക്ക് വെട്ടൊന്നും കൊള്ളാത്തത് കൊണ്ട് സൈക്കോ അവിടെ നിന്നും ഓടാൻ നോക്കുകയും ലീ അവനെ ഓട്ടിച്ചിട്ട് ചാവട്ടി തള്ളിയിടുകയും അവനെ സഞ്ചി വെച്ച് ശ്വാസം മുട്ടിക്കുകയും അവന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസരത്തിൽ നിൽക്കുമ്പോൾ കല്ലിനടിച്ച് അവന്റെ ബോധമങ്ങ് എടുത്തുകയും ലീ ആ കല്ലെടുത്ത് അവന്റെ മേലെയിട്ട് കൊല്ലാൻ നോക്കിയതും ഇവനെ ഇത്ര സിമ്പിളായി കൊല്ലണ്ട എന്ന് ലീക്ക് തോന്നുകയും ഇവനെ ഇനിയും വേദനിപ്പിച്ച് കൊല്ലണമെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് അവന്റെ കയ്യിലുള്ള GPS ട്രാക്കറിങ് എടുക്കുകയും അത് വായിലേക്ക് വെച്ച് ഒരു ഗമ്മ് കൂടെ ഒഴിച്ച് അത് വയറ്റിൽ ഒട്ടിപ്പിടിക്കുന്ന പോലത്തിൽ സെറ്റ് ചെയ്യുന്നു. ശേഷം അവന്റെ കൈ ചവിട്ടി അങ്ങ് പൊട്ടിച്ചു കളയുകയും മറ്റേ പെൺകുട്ടിയെ കണ്ടതും അവളെ അങ്ങ് രക്ഷിക്കുന്നു. ലീ ആണെങ്കിൽ സൈക്കോയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള പൈസ ഒക്കെ കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. ബോധം വന്ന സൈക്കോ പൈസ ഒക്കെ കണ്ടതും അവനൊരു മണ്ടൻ തന്നെ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയും അവന്റെ വണ്ടി അവിടെ തന്നെ വിട്ട് ലിഫ്റ്റ് ചോദിക്കാനായി റോഡിലേക്ക് പോകുന്നു. ലീ ആണെങ്കിൽ അവൻ എവിടെയാണ് ഉള്ളതെന്നൊക്കെ GPS വഴി കാണുകയാണ്. സൈക്കോ റോഡിലൂടെ നടന്ന് കൈ കാണിച്ചിട്ടൊന്നും വണ്ടി നിർത്തുന്നേയില്ല. എന്നാൽ ഒരു വണ്ടി നിർത്തുകയും ഇവിടെ വേറെ വണ്ടിയൊന്നും കിട്ടില്ല, അതുകൊണ്ട് ഇതിൽ കയറിക്കോ എന്ന് ഡ്രൈവർ പറഞ്ഞതും സൈക്കോ അതിലേക്ക് കയറുകയും വണ്ടി മുന്നോട്ട് പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ സൈക്കോയിനെ പോലെ തന്നെ ആളുകളെ കയറ്റിയിട്ട് കൊല്ലുന്ന ടീമാണ് ഇവരും. അത് അവരുടെ പെരുമാറ്റത്തിൽ തന്നെ സൈക്കോയ്ക്ക് മനസ്സിലാവുകയും അവര് എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ തന്നെ സൈക്കോ രണ്ടുപേരെയും കൂത്തി അങ്ങ് തീർത്ത് കളയുന്നു. വണ്ടിക്കാണേൽ ഒന്നും പറ്റാതെയും ചെറിയ തട്ടി അവിടെ നിർത്തുന്നു. അങ്ങനെ റോഡിന്റെ സൈഡിലുള്ള പുഴയിൽ നിന്നും അവൻ രക്തമൊക്കെ കഴുകി കളയുകയും അവരുടെ രണ്ട് ബോഡിയും അവിടെ തന്നെ ഇടുകയും വണ്ടിയും എടുത്ത് അവിടെ നിന്നും പൊക്കളയുന്നു. എന്നാൽ ഇതൊക്കെ GPS ഉള്ളത് കൊണ്ട് ലീ അവൻ അവിടെ നിന്ന് പോയതിനു ശേഷം അതൊക്കെ വന്ന് കാണുന്നുണ്ട്. സൈക്കോ ആണെങ്കിൽ അവന്റെ മുറിവൊക്കെ വന്ന് ശരിയാക്കാൻ വേണ്ടി
നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ മുറിവുകളൊക്കെ ഉണ്ടായത് ഫുട്ബോൾ കളിച്ചപ്പോ വീണതെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടറാണെങ്കിൽ ഇങ്ങനെയൊന്നും ഫുട്ബോൾ കളിക്കലടാ, നോക്കിയൊക്കെ കളിക്കണ്ടേന്ന് ഡോക്ടർ പറഞ്ഞതും ഞാൻ നിന്റെ മോനൊന്നും അല്ലല്ലോ കിളവാ, നീ എന്നെ പഠിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം സിസ്റ്റർ അത് കേട്ട് അവനെ ഗുളിക തരാൻ സമയമായെന്ന് പറഞ്ഞ് വിളിക്കുകയും അതോടെ അവൻ അങ്ങോട്ടേക്ക് പോയി ഗുളിക മേടിക്കാൻ നിൽക്കുകയാണ്. അവന്റെ വായിൽ നിന്നാണെങ്കിൽ വേണ്ടാത്ത ഒരുപാട് സംസാരങ്ങൾ വരികയും അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഗുളിക കൊടുത്ത് ഒഴിവാക്കുകയും അവൻ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞതും അവൾ ഹോസ്പിറ്റലിലെ റെസ്റ്റിംഗ് റൂമിലേക്ക് കയറിയതും അവൻ അവിടെ ഇരിക്കുകയാണ്. ഇതിനിടെ അവൻ ഡോറങ്ങ് ലോക്ക് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഞാൻ ഇന്നിവിടെ എത്തേണ്ട ആളെയല്ല, ഇന്നലെ എനിക്ക് നല്ലൊരു കോള് ഒത്തു വന്നതായിരുന്നു, പക്ഷെ ഒരുത്തൻ വന്ന് എല്ലാം കുളമാക്കി, അതുകൊണ്ട് ഇന്ന് നീയാണ് എന്ന് പറഞ്ഞതും അവളാകെ പേടിച്ച് കരയാൻ തുടങ്ങുന്നു. എന്നാൽ ഈ സമയം തന്നെ ലീ ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് എത്തുകയും അവൻ സൈക്കോ പറയുന്നതൊക്കെ GPS വഴി കേട്ടു നോക്കിയതും പ്രശ്നമാണെന്ന് ലീക്ക് മനസ്സിലാവുകയും നേരെ ചെന്ന് ഡോറങ്ങ് തുറക്കുകയും അടിച്ച് പൊളിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ലീയെ കണ്ടതും സൈക്കോ ആകെ ഞെട്ടിപ്പോവുകയും ലീ ആണെങ്കിൽ അവനെ ഇടിച്ചിടിച്ച് ഒരു പരുവമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സൈക്കോയ്ക്ക് ഇപ്പോഴും ഇവനെന്തിനാണ് എന്നെ തേടി വരുന്നതെന്ന് മനസ്സിലായിട്ടില്ല. ഇതോടെ നേഴ്സ് അവിടെ നിന്നും ഇറങ്ങി ഓടാൻ നോക്കുമ്പോ ലീ അവളോട് നിൽക്കാൻ പറയുകയും ഇവനെ ഒന്ന് നീ ചികിത്സിക്കണം, ഇപ്പൊ ഞാനിവന്റെ ഞരമ്പങ്ങ് വെട്ടിക്കളയും എന്ന് പറയുകയും നീ തളർന്നു പോയോ, ഇതൊരു തുടക്കം മാത്രമാണെന്ന് പറയുകയും ഞരമ്പങ്ങ് വെട്ടുകയും ചെയ്യുന്നു. ശേഷം എല്ലാം കൂടെ തുന്നിക്കെട്ടി അവനെയും വണ്ടിയെയും ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഇട്ടിരിക്കുകയാണ്. സൈക്കോ ആണെങ്കിൽ ഇവനെങ്ങനെ ഇത്ര കറക്റ്റായി വരുന്നെന്ന് മനസ്സിൽ ആലോചിക്കുകയും അവന്റെ ശരീരം മുഴുവനും GPS ട്രാക്കറോ മറ്റോ ഉണ്ടോന്ന് ചെക്ക് ചെയ്യുമെങ്കിലും ഒന്നും കാണാത്തോണ്ട് ലീയെ തെറിയും വിളിച്ചുകൊണ്ട് വണ്ടി എടുത്തങ്ങ് പോകുന്നു. അങ്ങനെ കുറെ സമയം ഓടിയതും വണ്ടി അങ്ങ് ബ്രേക്ക് ഡൗൺ ആയി പോകുന്നു. ഇതോടെ ആരോടെങ്കിലും ലിഫ്റ്റ് ചോദിച്ചിട്ട് അവരെയും കൊന്ന് അങ്ങ് പോവാമെന്ന് കരുതി നിൽക്കുമ്പോൾ ആർമി വണ്ടി നിർത്തുകയും ഒന്നും മിണ്ടാതെ അതിൽ പോവുകയും ചെയ്യുന്നു. ശേഷം അവൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവന്റെ ഫ്രണ്ടായ വേറെ ഒരു സൈക്കോ കില്ലറിന്റെ അടുത്താണ്. ഈ സമയം ലീക്കാണെങ്കിൽ വൈഫിന്റെ അച്ഛന്റെ കോള് വരികയും അയാൾ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. എടാ നമുക്കിത് നിർത്തിയാലോ, നീ ചെയ്യേണ്ടതൊക്കെ അവനെ ചെയ്തതല്ലേ, കൂടാതെ പോലീസും ഇപ്പോൾ അവനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞതും മരിച്ചവളുടെ അനിയത്തി ഫോൺ എടുക്കുകയും അവനെ വിട്ടേക്ക്, അവൻ എന്തേലും ചെയ്യട്ടെ, ഇതൊന്ന് നിർത്തിക്കൂടെ എന്ന് അവൾ പറഞ്ഞതും എനിക്കിത് പോരാ എന്ന് നായകൻ പറയുകയും ഫോണ് കട്ട് ചെയ്ത് കളയുകയും ചെയ്യുന്നു. എന്നാൽ ഫ്രണ്ടിന്റെ വീട്ടിലെത്തിയ സൈക്കോ ഫുഡ് കഴിക്കുകയും അവന്റെ ഫ്രണ്ട് മനുഷ്യന്റെ ഇറച്ചി പച്ചക്ക് തിന്നുന്നത് കണ്ട് നിനക്ക് അറുപ്പൊന്നും ആവില്ലേ, നിനക്ക് മുഴു വട്ടാണെന്നൊക്കെ പറഞ്ഞതും എനിക്ക് ചിലപ്പോ വട്ടായിരിക്കാം, പക്ഷേ നീ ഇതൊന്ന് കഴിച്ചു നോക്ക്, ഒരിക്കൽ കഴിച്ചാ പിന്നെ വേറെ ഒരു ഇറച്ചിക്കും ഇതിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നും പറയുന്നു. ഇതോടെ സൈക്കോ അവിടെ നിന്ന് ഡ്രിങ്ക്സ് ഒക്കെ കടിക്കുമ്പോൾ നായകൻ പുറത്തേക്ക് എത്തുകയും അവരെന്താണ് പറയുന്നതെന്ന് കേൾക്കുന്നു. അവരിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലീയെ പറ്റിയാണ്. നീ പറഞ്ഞില്ലേ നിന്നെ തേടി വന്ന് ഒരുത്തൻ ഇടിച്ചിട്ട് പോകുമെന്ന്, സത്യത്തിൽ നമ്മളെ പോലെയാണ് അവനും. നമ്മൾ ഇരയെ പിടിച്ച് കൊന്നുകളയുന്നു, പക്ഷെ അവനാണെങ്കിൽ സന്തോഷം കൂട്ടിക്കിട്ടാൻ വേണ്ടി ഇരയെ പിടിച്ചതിന് ശേഷം വിട്ടുകളയുന്നു, എന്നിട്ട് വീണ്ടും പിടിച്ച് പേടിപ്പിച്ച് വിടും, അതാണ് അവന്റെ വട്ടെന്നൊക്കെ പറയുകയും ഇതൊക്കെ നായകൻ പുറത്തുനിന്ന് കേൾക്കുകയും ചെയ്യുന്നു. നീ പോയി ഉറങ്ങിക്കോ, ഞാൻ നാളത്തെ ഫുഡിന്റെ കാര്യം റെഡിയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എണീറ്റതും നായകൻ ഉള്ളിലേക്ക് കയറാനായി വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നു. അവിടെ കിടക്കുന്ന സൈക്കോ ആണെങ്കിൽ ഇവൻ എന്തിനാണ് എന്നെ തല്ലാൻ വരുന്നതെന്നൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിലും അവൻ എന്തിനാണ് തല്ലുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. മറ്റവനാണെങ്കിൽ അവിടെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത മനുഷ്യന്റെ ഇറച്ചി നോക്കുകയും അതിൽ നാളെ കഴിക്കാനുള്ള കുടലില്ലാത്തത് കൊണ്ട് പൂട്ടിവെച്ച ഒരു റൂം അങ്ങ് തുറക്കുകയും അതിന്റെ ഉള്ളിൽ നിന്നും കോയിനെ അറക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് പോലെ മനുഷ്യനെ കൊണ്ടുവരികയാണ്. ലിയ സമയം ബാക്കിലെ ഡോറൊക്കെ തുറന്നിരിക്കുകയാണ്. മറ്റവനാണെങ്കിൽ അറക്കാമെന്നവളോട് സംസാരിക്കുകയാണ്. നിന്റെ സഹോദരിക്ക് നേരത്തെ സംഭവിച്ചത് നീ കണ്ടില്ലേ, അതുകൊണ്ട് നീ സമാധാനമായി നിന്നു തന്ന പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും എന്നും പറഞ്ഞുകൊണ്ട് അവളെ അറക്കാൻ വേണ്ടി വെട്ടാൻ നോക്കിയതും അവിടെ വച്ചിരുന്ന പാട്ടങ്ങ് നിന്നു പോകുന്നു. അങ്ങനെ അത് കണ്ടതും അവൻ ആ സ്പീക്കറിന്റെ അടുത്തേക്ക് ചെല്ലുകയും വീണ്ടും പാട്ടിട്ടതിന് ശേഷം അവളുടെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ അവൾ അവിടെ ഇല്ല. എന്നാൽ തിരിഞ്ഞു നോക്കിയതും അവൻ ഞെട്ടിപ്പോകുന്നു. ഇതിനിടെ സൈക്കോ എന്തോ സ്വപ്നം കണ്ടുകൊണ്ട് ഉറക്കത്തിൽ നിന്നും എണീക്കുകയും അവൻ എന്തിനാണ് എന്നെ കൊല്ലാൻ വരുന്നതെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യുന്നു. അവൾ പ്രഗ്നന്റ് ആണെന്ന് സർപ്രൈസ് ആക്കി വെച്ചതെന്നും നായകൻ അറിഞ്ഞിട്ടില്ല. അതിന് മുന്നെയാണ് സൈക്കോ അവളെ തട്ടിയത്. ഈ സമയം ലീയും മറ്റവനുമാണെങ്കിൽ അവിടെ വാമ്പൻ ഫൈറ്റ് നടക്കുകയാണ്. ഇതൊക്കെ മറ്റേ സൈക്കോ കേൾക്കുന്നുണ്ട്. ലീ അവന്റെ കൈയൊക്കെ ഒടിച്ച് അവന്റെ കയ്യിലങ്ങ് കത്തി കുത്തി അങ്ങ് കയറ്റുകയും അവന് അനങ്ങാൻ പറ്റാത്ത കൊലത്തിൽ അവനെ അങ്ങ് കെട്ടിയിടുന്നു. ശേഷം നീയൊക്കെ ഓരോരുത്തരെയും കൊല്ലാതെയല്ലേ കൈയും കാലും ഒക്കെ വെട്ടിയിടുന്നത്, അതുപോലെ ഞാൻ നിന്നെയും ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ വെട്ടാൻ പോയതും സൈക്കോ അങ്ങോട്ടേക്ക് വന്ന് വെടിവെക്കുകയും ലീ കാഷ്ടിച്ച് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടുകയും അവൻ വരുന്നതിന് മുന്നേ വീടിന്റെ രണ്ടാമത്തെ നിലയിലേക്ക് കയറിയിരിക്കുകയാണ്. അതിനിടയിൽ സൈക്കോ മറ്റവന്റെ കയറൊക്കെ അഴിച്ചുവിടുകയും ലിയെ തപ്പി മുകളിലേക്ക് പോകുന്നു. മറ്റവനാണെങ്കിൽ കയ്യിലുള്ള കത്തി വേദനയൊക്കെ സഹിച്ചു പിടിച്ചുകൊണ്ട് വലിച്ചുവരാൻ നോക്കിയതും കത്തിയുടെ പിടിയങ്ങ് ഊരിപ്പോകുന്നു. ഇതോടെ അവന് ആകെ വട്ടാവുകയും കൈ വലിച്ച് ഊരാൻ നോക്കുകയാണ്. മുകളിൽ കയറിയിരിക്കുന്ന ലീ അവിടെ നിന്നും പിന്നുകളൊക്കെ കണ്ട് കയ്യിൽ വെക്കുകയും അവരെ അടിച്ചിടാൻ വേണ്ടി ഇരുമ്പിന്റെ ഒരു
കോലും എടുത്തു വെക്കുന്നു. സൈക്കോ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ തോക്കും എടുത്ത് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറ്റേ വട്ടന്റെ കൂടെയുള്ള പെണ്ണ് ലീ അവിടെ ഒളിച്ചു നിൽക്കുന്നത് കണ്ട് അവനെ കുത്താൻ വന്നതും ലീ അവളെയൊക്കെ പുഷ്പം പോലെ അടിച്ച് മലർത്തി അങ്ങ് ഇട്ട് കളയുന്നു. എന്നാൽ ആ സമയം തന്നെ മറ്റവനും അങ്ങോട്ടേക്ക് എത്തുകയും ലീയെ കുത്താൻ വേണ്ടി നോക്കുമ്പോ ലീ അവനെ മലർത്തി അങ്ങ് ഇടുകയും അവന്റെ തല ഇടിച്ചിടിച്ച് പൊട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. അപ്പോഴേക്കും സൈക്കോ വരുന്ന നിഴല് ലീ കണ്ടതും നേരത്തെ എടുത്തു വെച്ച പിന്നങ്ങ് നിലത്തേക്ക് ഇടുകയും അവൻ കാണുന്നത് പോലെ അങ്ങ് ഒളിച്ചു കളയുന്നു. സൈക്കോ അത് കണ്ടതും അവനെ വെടിവെക്കാൻ വേണ്ടി ഓടുകയും കാലിൽ പിന്നു കയറി അവിടെ വീഴുമ്പോ ലീ ഓടിച്ചെന്ന് ചാവട്ടി നിലത്തിടുകയും അടിച്ചടിച്ചടിച്ച് അവന്റെ ബോധം പോകുന്നത് വരെ തലയ്ക്കൊക്കെ അടിക്കുകയും ചെയ്യുന്നു. ശേഷം സൈക്കോയെ മാത്രം അവൻ കാറിന്റെ ബാക്കിലേക്ക് ഇടുകയും അവിടെ നിന്നും പൊക്കളയുകയും ചെയ്യുന്നു. കൂടാതെ മനുഷ്യരെയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് ഈ വീട്ടിൽ നിന്നും കൊന്നു തിന്നുന്നുണ്ട് എന്നുകൂടെ ലീ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തതും പോലീസ് ആ വീടാകെ വളയുകയും അവിടെ ബോധം കെട്ട് കിടന്ന 2 സൈക്കോകളെയും അവര് എടുത്തുകൊണ്ടുപോവുകയും ചെയ്യുന്നു. ശേഷം ഈ കേസൊക്കെ അന്വേഷിക്കുന്ന പോലീസിന്റെ ഹെഡ് ലീയുടെ വൈഫിന്റെ അച്ഛൻ്റെ അടുത്ത് എത്തുകയും അയാൾ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് ഇതിന്റെയൊക്കെ പിറകിൽ ലീ ആണെന്നാണ്. അവൻ ഈ സൈക്കോകളെയൊക്കെ കൊല്ലാൻ വേണ്ടി അതിലും വലിയ സൈക്കോ ആയി അവൻ മാറിയിരിക്കുകയാണെന്നൊക്കെ അയാൾ പറയുകയും ദയവ് ചെയ്ത് അവനോട് ഇതൊക്കെ നിർത്താൻ പറയണമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ലീ അവന്റെ ഫ്രണ്ടിന്റെ അടുത്തെത്തിക്കൊണ്ട് ആരും അറിയാതെ സൈക്കോയെ ചികിത്സിക്കുകയും അവനും ഇഴികിട്ടി മുറിഞ്ഞെടുത്തൊക്കെ മരുന്ന് വെച്ചിരിക്കുകയാണ്. സാർ, അവന് ഒരുപാട് ഗുളികകളുണ്ട്, ചിലപ്പോ അവനതൊക്കെ കുടിച്ചാ വയറിളക്കം വരും, അത് വന്നാ പിന്നെ GPS ട്രാക്കറിങ് പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞതും ഒച്ച വെക്കല്ലേ എന്ന് ലീ പറയുകയും അവന്റെ അടുത്ത് പോയിക്കൊണ്ട് അവന് ബോധമുണ്ടോന്ന് നോക്കിയതും വാമ്പൻ അടിയാണ് കിട്ടിയത് സാറേ, അതുകൊണ്ട് 2 ദിവസത്തേക്ക് ഇവന് ബോധമൊന്നും വരാൻ ചാൻസ് ഇല്ല എന്ന് ഫ്രണ്ട് പറയുകയും അവരവിടെ നിന്ന് മാറി ഓരോന്നൊക്കെ പറയാൻ തുടങ്ങുകയാണ്. എന്നാൽ സത്യത്തിൽ സൈക്കോയ്ക്ക് ബോധമുണ്ടായിരുന്നു. അവൻ അവർ പറഞ്ഞതൊക്കെ കേട്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ ആ കാര്യം ഓർമ്മ വരുന്നത്. അവനെ അടിച്ചിട്ടതിന് ശേഷം ലീ അന്ന് അവന്റെ വായിലേക്ക് എന്തോ അന്ന് ഇട്ടായിരുന്നു എന്ന്. പിന്നീട് കാണിക്കുന്നത് ലീ അവനെ ഒരു ടണലിൽ കൊണ്ടിട്ടിരിക്കുന്നതാണ്. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞതും അവന് ബോധം വരികയും അവിടെ നിന്നും എണീറ്റ് പുറത്തേക്ക് നടക്കുകയാണ്. അവനാണെങ്കിൽ എന്തോ ഓർത്ത് നല്ലപോലെ ചിരിക്കുകയും സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. നീ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ ആദ്യം ഒന്ന് പേടിച്ചായിരുന്നു നീ എങ്ങനെയാണ് എന്നെ കണ്ടുപിടിക്കുന്നതെന്ന് ഓർത്ത്, പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി. പിന്നെ ഒരു കാര്യം കൂടെ, നീ എന്നെ തേടി വരുന്നത് ഞാൻ നിന്റെ പെണ്ണിനെ കൊന്നതുകൊണ്ടല്ലേ എന്ന് പറയുകയും അവൾ മരിക്കുമ്പോ പ്രഗ്നന്റ് ആയിരുന്നു എന്ന് കൂടെ പറഞ്ഞതും ഹീറോ ആകെ ഷോക്കായി പോവുകയും ഇനി നിനക്ക് എന്നെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കെന്ന് പറഞ്ഞുകൊണ്ട് അവൻ മെഡിക്കൽ ഷോപ്പിലേക്ക് കയറുകയും അവിടെ നിന്ന് വയറിളക്കാനുള്ള മരുന്ന് മൊത്തം വായിലേക്ക് ഇടുകയും ബാത്റൂമിലേക്ക് പോവുകയാണ്. ഈ സമയം ലീ വണ്ടി പറപ്പിച്ചുകൊണ്ട് മെഡിക്കൽ ഷോപ്പിലേക്ക് എത്തിയതും അയാളുടെ കഴുത്തിന് അവൻ കുത്തിയിരിക്കുന്നത് കണ്ട് ലീ അതൊക്കെ കെട്ടിക്കൊടുക്കുകയും അവന്റെ കുറച്ചു സമയം അങ്ങനെ പോവുകയും ചെയ്യുന്നു. ഇതിനിടെ സൈക്കോ ആണെങ്കിൽ GPS പുറത്തെടുക്കുകയും വേറൊരുത്തനെ അടിച്ച് ബോധം കെടുത്തിക്കൊണ്ട് അവന്റെ വായിലേക്ക് അങ്ങ് ഇടുകയും പുറത്തുള്ള അവന്റെ വണ്ടിയും കൂടി അങ്ങ് എടുത്ത് പൊക്കളയുന്നു. ആ സമയം തന്നെ ലീയും അങ്ങോട്ടേക്ക് എത്തുമെങ്കിലും അവൻ ഉള്ളിൽ ഒരുത്തിനെ അടിച്ചിട്ടിരിക്കുന്നതൊക്കെ കാണുകയും സൈക്കോ എങ്ങോട്ട് പോയെന്നറിയാതെ പുറത്ത് നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സൈക്കോ പോലീസ് ഹെഡിനെ വിളിക്കുകയും എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ഞാൻ പോലീസിൽ കീഴടങ്ങിക്കൊള്ളാമെന്നും പറയുന്നു. ലീ ആ സമയം സൈക്കോയുടെ ഫ്രണ്ടായ മറ്റേ സൈക്കോയുടെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയും അവനെ തല്ലി വിളിച്ചുകൊണ്ട് കാര്യം ചോദിക്കാൻ തുടങ്ങുകയാണ്. നിന്റെ ഫ്രണ്ട് എന്റെ നിന്ന് വിട്ടുപോയി, അവനിനി എവിടേക്കാണ് പോവുക എന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചതും അവൻ കാര്യം പറയാൻ തുടങ്ങുന്നു. നീ വിട്ടത് തെറ്റായ ആളെയാണ്, കാരണം അവനെ ആരെങ്കിലും ചൊറിഞ്ഞാ പിന്നെ അവനാ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കി കളയും, എന്നിട്ട് പോലീസിൽ കീഴടങ്ങുകയും ചെയ്യും. അതാണ് അവനിപ്പോ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം, അവൻ സത്യത്തിൽ എല്ലാവരെയും കൊല്ലുന്നതിന് മുന്നേ പീഡിപ്പിച്ചാണ് കൊല്ലുന്നത്. അപ്പോ നിന്റെ പെണ്ണിനെയും അവനങ്ങനെ ചെയ്തിരിക്കാമെന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കുകയാണ്. അതുകണ്ട സൈക്കോയ്ക്കാണെങ്കിൽ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവന്റെ വായ പിടിച്ച് കീറി അങ്ങ് കൊന്നുകളയുന്നു. ശേഷം ലീ വൈഫിന്റെ അച്ഛനെ വിളിക്കുന്ന സമയം തന്നെ സൈക്കോ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. അയാള് ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ ലീ പോലീസ് ഹെഡിനെ വിളിക്കുകയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ട അയാളാണെങ്കിൽ വളരെയധികം ചൂടാവുകയും അയാൾക്കെന്തെങ്കിലും പറ്റിയ നിന്നെ ഞാൻ കൊല്ലുമെന്നൊക്കെ പറയുന്നു. ഈ സമയം സൈക്കോ അയാളെ അടിച്ചിട്ട് അനങ്ങാൻ പറ്റാത്ത കോലത്തിൽ ആക്കുകയും ഒരു ഡമ്പല് വെച്ച് തല അടിച്ച് പൊളിക്കാൻ നോക്കുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും മരിച്ചവളുടെ അനിയത്തി വരുന്നത് കണ്ട് സൈക്കോ അവിടെ ഒളിക്കുകയും അവളെ പിടിക്കുകയും ചെയ്യുന്നു. എന്നാൽ എല്ലാം അവസാനിച്ചിട്ടാണ് ലീ അവിടേക്ക് എത്തുന്നത്. പോലീസുകാര് അവനെ അങ്ങോട്ടേക്ക് കടത്തിവിടാതിരിക്കാൻ പിടിക്കുമെങ്കിലും എല്ലാരും അവൻ ഇടിച്ചിട്ട് മുന്നോട്ട് പോകാൻ നോക്കുകയാണ്. എന്നാൽ പോലീസിന്റെ ഹെഡ് അവനെ തടയുകയും നീ കാരണം അയാളും പോയി എന്ന് പറഞ്ഞ് അവനെ തല്ലുകയാണ്. സത്യത്തിൽ അവര് ഒരുമിച്ച് പോലീസിലുണ്ടായത് കൊണ്ട് തന്നെ ലീയുടെ വൈഫിന്റെ അച്ഛൻ ഇയാൾക്ക് ഉറ്റ സുഹൃത്തായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് സങ്കടം അടക്കാൻ പറ്റുന്നില്ല. എന്നാലും ലീയെ അയാൾ അച്ഛനെ കാണിക്കുന്നുണ്ട്. എന്നാൽ ആ സമയം തന്നെ വീണ്ടും സൈക്കോ പോലീസ് ഹെഡിനെ വിളിക്കുകയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നാളെ വന്ന് സറണ്ടർ ആയിക്കോളാം എന്ന് പറഞ്ഞതും അവന്റെ മോളെവിടെടാ എന്ന് പോലീസ് ചോദിച്ചതും അതൊക്കെ വഴിയെ അറിയുമെന്ന് പറയുകയും അവന്റെ ഒന്ന് ഫോൺ കൊടുക്കാനും പറയുന്നു. അങ്ങനെ ലീക്ക് അയാൾ ഫോൺ കൊടുത്തതും അവനോട് മാത്രം അവളെ എവിടെയാണ് കൊന്നിട്ടിരിക്കുന്നതെന്ന് പറയുന്നു. ശേഷം സൈക്കോ സറണ്ടർ ആവാൻ വേണ്ടി പോലീസിനെയൊക്കെ
അറിയിക്കുകയും റോഡിന്റെ നടുവിൽ വണ്ടി നിർത്തിക്കൊണ്ട് സിഗരറ്റും കത്തിയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയും കൈയൊക്കെ മുകളിലേക്ക് ഉയർത്തി പോലീസിനെ കളിയാക്കുന്നത് പോലെ വന്ന് പിടിച്ചോ എന്നും പറയുന്നു. അപ്പോഴേക്കും ലീ അങ്ങോട്ടേക്ക് എത്തുകയും അവന്റെ ഫ്രണ്ട് ഡോറൊക്കെ പൊട്ടിച്ച് വരുന്നത് കണ്ട് അതിനു മുന്നേ പോലീസ് അവനെ പിടിക്കാൻ വേണ്ടി ഓടുന്നുണ്ടെങ്കിലും ലീ വണ്ടി കറക്കി അവനെ ഉള്ളിലേക്ക് ഇടുകയും അവരെയും അതിലിട്ട് പൊക്കളയുകയും ചെയ്യുന്നു. എന്നിട്ട് അവരിപ്പോൾ എത്തിയിരിക്കുന്നത് സൈക്കോ എവിടെ നിന്നാണോ എല്ലാവരെയും കൊല്ലുന്നത് അവിടേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നിന്നെയൊക്കെ ഞാനെന്ന് വെറുതെ വിട്ടത് വലിയ തെറ്റായിപ്പോയി, പക്ഷേ ഇനി അതുണ്ടാവില്ല എന്ന് പറയുകയും നീ എപ്പോഴാണോ വേദനിച്ച് പേടിക്കുന്നത് അപ്പൊ മാത്രമേ ഞാൻ നിന്നെ കൊല്ലൂ എന്നും പറയുന്നു. ശേഷം അവന്റെ കണ്ണിലേക്ക് സിഗരറ്റ് കുത്തി അങ്ങ് ഇറക്കുകയും വേദന സഹിക്കാൻ പറ്റാത്ത അവനാണെങ്കിൽ എന്നെ അങ്ങ് കൊന്നേക്ക് എന്ന് പറഞ്ഞ് കരയുകയാണ്. നിന്നെ അങ്ങനെയൊന്നും ഞാൻ കൊല്ലില്ല, നീ വേദന എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ വായിലേക്കൊക്കെ കത്തി കൊണ്ട് കുത്തുകയും വേദന സഹിക്കാൻ പറ്റാത്ത അവനാണെങ്കിൽ സോറിയൊക്കെ പറയുകയും എന്നെ ഒന്ന് വെറുതെ വിടുമെന്ന് പറഞ്ഞുകൊണ്ട് കെഞ്ചുകയാണ്. എന്നാൽ സത്യത്തിൽ അവനതൊക്കെ അഭിനയിക്കുകയായിരുന്നു. എനിക്കൊരു പേടിയുമില്ല, പേടി എന്താണെന്ന് പോലും എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ചിരിക്കുന്നത് കണ്ടതും ആരെങ്കിലും ആ ഡോർ വന്ന് തുറന്നാൽ അവന്റെ തല പോകുന്ന കൊലത്തിൽ സെറ്റ് ചെയ്യുകയും ഒരു ട്രാക്കറും അവിടെ ഇട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടി ഹെഡ്ഫോണും വെച്ച് അവിടെ നിന്നും പൊക്കളയുന്നു. ഇതോടെ സൈക്കോയുടെ അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ടേക്ക് വന്നതും ആ ഡോറ് തുറക്കാൻ ശ്രമിച്ചതും തുറക്കല്ലടാ എന്നൊക്കെ സൈക്കോ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അവനതൊന്നും കേൾക്കുന്നില്ല. അവന്റെ വായിലുള്ള കയറങ്ങ് വിട്ടുപോയാൽ അവന്റെ തലയങ്ങ് പോകും. ഇതിനിടെ അച്ഛനാണെങ്കിൽ ഡോറ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റാത്തത് കൊണ്ട് പിടിച്ച് വലിക്കുകയും അതോടെ അവന്റെ കയറങ്ങ് വിട്ടുപോയി തലയങ്ങ് വെട്ടിപ്പോവുകയും ചെയ്യും. ഇത് കണ്ട അവരാണെങ്കിൽ ആകെ നിലവിളിക്കുകയും ഇതൊക്കെ കേട്ടോണ്ടിരുന്ന ലീ ആണെങ്കിൽ ഹെഡ്ഫോണൊക്കെ ഊരി മാറ്റുകയും എല്ലാം ഓർത്ത് പൊട്ടിക്കരയുന്നതോടെ ഈ സിനിമ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടെന്ന് ഉറപ്പായും കമന്റിൽ രേഖപ്പെടുത്തുക. നമ്മളെ ഈ ചാനലിൽ മുഴുവൻ ആനിമേഷൻ മൂവി മാത്രം ചെയ്തതുകൊണ്ട് കുറച്ച് ലൈവ് ആക്ഷൻ മൂവി കൂടെ ചെയ്യാമെന്ന് കരുതി. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവി ഏതാണെന്ന് താഴെ പറഞ്ഞോളൂ. 2010 6 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ $13 മില്യൺ ആണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം ആർ എൻ.